അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് അമേരിക്ക നയിക്കുന്ന ആളുകളുടെ തലസ്ഥാന നഗരിയായ വാഷിംഗ്ടൺ DC-യിലാണ്. അതിന് വേറൊരു പേരും കൂടെയുണ്ട്, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെയാണ്. ഇന്ന് അധികം ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി കോവിഡൊക്കെ കാരണമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ എത്താൻ പറ്റും. 1.5 മണിക്കൂർ എടുത്തുള്ളൂ. നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ ബിൽഡിംഗ്. ഭയങ്കര ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നിങ്ങളിപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ ന്യൂസുകളിലൊക്കെ കണ്ടു കാണും. നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു അറ്റാക്ക് ഒക്കെ നടന്നു. അതായത് ഈ വർഷത്തെ ട്രംപിന്റെ പരാജയം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ വലിയ അക്രമം അഴിച്ചുവിടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഇവിടെ. നമ്മളെ അങ്ങോട്ടൊന്നും പോകാനായിട്ട് അനുവദിക്കില്ല. അവിടെ എല്ലാം ഇപ്പോൾ ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് പുറത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഒരു മുഖ്യമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. സെനറ്റും അതുപോലെ തന്നെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും കൂടെ കൂടിയിട്ട് മിക്കവാറും വലിയ വലിയ തീരുമാനങ്ങളും വലിയ വലിയ നിയമങ്ങളൊക്കെ പാസ്സാകുന്ന ഒരു സ്ഥലം കൂടെയാണിത്. വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിന്റെ കിഴക്കേ അറ്റത്തുള്ള ക്യാപിറ്റൽ ഹില്ലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥ കെട്ടിടം 1800-ലാണ് പൂർത്തീകരിച്ചത്. എന്നാൽ 1814-ൽ വാഷിംഗ്ടൺ കത്തിയപ്പോൾ അത് ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് 5 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ക്യാപിറ്റൽ ബിൽഡിംഗ് ഏകദേശം 274 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിൽ മൈതാനങ്ങളും പുൽത്തകിടികളും നടപ്പാതകളും തെരുവുകളും എല്ലാം ഉൾക്കൊള്ളുന്നു. ജോർജ് വാഷിംഗ്ടണിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്മാരക ശില്പങ്ങളും നമുക്കിതിന്റെ ചുറ്റിലുമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണിത്. പക്ഷേ ഈ കൊറോണയൊക്കെ കാരണം കൊണ്ട് ഒരുപാടൊന്നും പേരില്ല. കാണാം, അവര് ടൂർ ഗൈഡൊക്കെ വന്ന് സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രസിഡന്റൽ ഇനാഗുറേഷൻ അടക്കം വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒരു കെട്ടിടം കൂടിയാണിത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതിന്റെ മുൻവശത്ത് ഒരു വലിയ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ഒരു സ്റ്റെയർ കേസും കണ്ടുവരാറുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളും നാഷണൽ മെമ്മോറിയൽ ഡേ കൺസേർട്ടുമെല്ലാം ഇവിടെ നടന്നു വരുന്ന പ്രധാന പരിപാടികളിലൊന്നാണ്. നമ്മൾ അങ്ങ് അകലെ ആ ഒരു രൂപം പോലെ കാണുന്നുണ്ടോ, അതാണ് വാഷിംഗ്ടൺ മോണുമെന്റ് എന്ന് പറയും. നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റിന്റെ ഇനാഗുറേഷൻ ഒക്കെ നടക്കുന്നത് ഈ ക്യാപിറ്റൽ ബിൽഡിങ്ങിന് മുമ്പിൽ കാണുന്ന ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇനാഗുറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ ആളുകളുണ്ടാവും, നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആൾക്കാരെ. അപ്പോൾ അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളും പ്രസിഡൻഷ്യൽ ഇനാഗുറേഷനും ഒക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിന് ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് വാഷിംഗ്ടൺ മോണുമെന്റ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കണ്ടോ, താറാവുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് കണ്ടോടാ, താറാവിന് അവിടെ നിന്ന് നടന്നു കയറാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ക്യാപിറ്റൽ ബിൽഡിങ്ങിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന ഈ പൂൾ അറിയപ്പെടുന്നത് തന്നെ ക്യാപിറ്റൽ റിഫ്ലക്റ്റിംഗ് പൂൾ എന്നാണ്. നമ്മളീ കാണുന്ന നീളമുള്ള പുൽത്തകിടികളും ഇതുൾപ്പെടുന്ന സ്ഥലങ്ങളും അറിയപ്പെടുന്നത് നാഷണൽ മാൾ എന്നാണ്. ആകാശത്തേക്ക് തലയെടുപ്പോടെ നിൽക്കുന്ന വാഷിംഗ്ടൺ സ്മാരകവും ഒരറ്റത്ത് US ക്യാപിറ്റൽ ബിൽഡിംഗും മറ്റേ അറ്റത്ത് ലിങ്കൺ മെമ്മോറിയലും അമേരിക്കയുടെ ചരിത്രത്തെ വിളിച്ചോതുന്നു. പ്രചോദനാത്മകമായിട്ടുള്ള സ്മാരകങ്ങളും ഒരുപാട് മ്യൂസിയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പാർക്കിന്റെ വേറൊരു വിളിപ്പേരാണ് അമേരിക്കാസ് ഫ്രണ്ട് യാർഡ്. ഇവിടുന്ന് ബസ് എടുക്കാം നമുക്ക് വാഷിംഗ്ടൺ മോണുമെന്റിലേക്ക്. പക്ഷെ ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചു.
കണ്ടാൽ കുറച്ച് ദൂരം ഉള്ളെന്ന് തോന്നുമെങ്കിലും നല്ല ദൂരം ഉണ്ട് കേട്ടോ ആക്ച്വലി. നമുക്ക് ഇവിടുന്ന് ആ ഭാഗത്ത് അതുവരെ എത്തണം. പിന്നീട് നമുക്ക് നടക്കാനുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോകാന്ന് വിചാരിക്കുന്നു. നല്ല താഴെയുള്ള ഏരിയ കുറച്ചുണ്ട്. അപ്പൊ അതിൽ നമുക്ക് നടന്നിട്ട് വാഷിംഗ്ടൺ മോണുമെന്റ് അങ്ങോട്ട് പോകാം. നിങ്ങൾ എന്റെ പുറകിൽ കാണുന്ന ഇതില്ലേ, ഇതാണ് നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് മ്യൂസിയത്തിൽ ഒന്നാണ്. ഇവിടെ വാഷിംഗ്ടൺ DC-യിൽ തന്നെ ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാണാനുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പൊ ഈ മ്യൂസിയം ഇപ്പൊ അടച്ചേക്കുവാണ്. ജൂലൈയിലാണ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ജൂലൈയിൽ വരുമ്പോൾ അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരു എന്താ പറയാ, ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണത്. അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒന്നോടെ വന്നിട്ട് കാണാം കേട്ടോ. ഈ പാർക്കിലെ സ്മാരകങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ സേവനത്തിൽ ത്യാഗം ചെയ്തിട്ടുള്ള അമേരിക്കൻ പൂർവികരെയും വീരയോദ്ധാക്കളെയും ബഹുമാനിക്കുന്നതാണ്. നമ്മള് കുറെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉള്ളത് കണ്ടു. സാധാരണയായിട്ട് ഈ പാർക്കിന്റെ 2 വശങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള റിഫ്രഷ്മെന്റ് സെന്ററുകൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് കാണാറുണ്ട്. പക്ഷെ ഇപ്പോ കോവിഡ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഒരുപാടൊന്നും ഓപ്പൺ അല്ല. ഞങ്ങൾ വന്നപ്പോ ആകെ ഒരു ഓപ്പൺ ആയിട്ട് കണ്ടത് ഈ റിഫ്രഷ്മെന്റ് സെന്റർ മാത്രമാണ്. അപ്പൊ അങ്ങനെ കുറെ അധികം റിഫ്രഷ്മെന്റ് സെന്ററുകൾ ഈ ഏരിയയിലായിട്ടുണ്ട്. നടന്നൊരു വഴിയായി. അപ്പൊ ഞങ്ങൾ കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചു. നല്ല ക്ഷീണം, നല്ല വെയിലത്തേക്ക് നോക്കാൻ കൂടെ പറ്റുള്ള. ആരൊന്ന് ക്ഷീണായോ? ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. പലതരം സ്ട്രീറ്റ് ഫുഡ് ഉണ്ടോ. ഗ്രീക്ക് ഉണ്ട്, അതുപോലെ തന്നെ മെക്സിക്കൻ. ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോ. കൂലങ്കഷമായ ചിന്തകൾക്ക് ശേഷം ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന മെക്സിക്കനിൽ തന്നെ എത്തിച്ചേർന്നു അവസാനം. നമ്മൾ ഏത്തപ്പഴ എണ്ണയിൽ പൊടിച്ചെടുത്തത് പഴംപൊരിയുടെ ഒക്കെ ടേസ്റ്റ്. പക്ഷെ മാവ് അങ്ങനെ ഇല്ലെന്നോ, നല്ല എണ്ണയാ. നമ്മളിപ്പോ നിൽക്കുന്നത് വാഷിംഗ്ടൺ മോണുമെന്റിന്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടണിന്റെ ആദരസൂചകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള മോണുമെന്റ് ആണിത്. ചുറ്റിലുമായി കാണുന്ന 50 ദേശീയ പതാകകൾ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 1884 ഇത് പണി കഴിപ്പിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം മാറി. ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത് ഏകദേശം 555 അടിയാണ്. അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിൽ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫും അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റുമായ ജോർജ് വാഷിംഗ്ടണിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ് നാഷണൽ മാളിനുള്ളിലെ ഈ സ്മാരകം. മാർബിൾ, ഗ്രാനൈറ്റ്, ബ്ലൂ സ്റ്റോൺ എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ മാതൃകയിൽ നിർമ്മിച്ച ഈ സ്മാരകത്തിന്റെ ഉള്ളിൽ ഇരുമ്പ് കോണിപ്പടികളും അതിന്റെ നടുവിലായി ഒരു ലിഫ്റ്റ് സംവിധാനവുമുണ്ട്. സ്മാരകത്തിന്റെ മുകളിൽ നിന്ന് നഗരം നോക്കിക്കാണുവാനായി 8 ഒബ്സർവേഷൻ വിൻഡോസും അതുപോലെ തന്നെ വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ചുവന്ന ലൈറ്റുകളും കാണാം. ഇനി നമ്മൾ പോകുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയെ സേവിച്ച സൈനികരെ ആദരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വേൾഡ് വാർ II മെമ്മോറിയലിലേക്കാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ സായുധ സേനയിലെ 16 ദശലക്ഷക്കണക്കിന് ആളുകളുടെ സേവനങ്ങളെയും അതിനായി പിന്തുണച്ച എണ്ണമില്ലാത്ത അനേക ദശലക്ഷക്കണക്കിന് ആളുകളെയും ജീവത്യാഗം ചെയ്ത 40 ലക്ഷത്തിന് മുകളിൽ വരുന്ന ധീര സൈനികരെയും ആദരിക്കുന്നതാണ് ഈ സ്മാരകം. പ്രവേശന കവാടത്തിൽ കാണുന്ന വെങ്കല ശിലകളിൽ യുദ്ധത്തിലെ അമേരിക്കയുടെ അനുഭവങ്ങളുടെ കഥകൾ ഓർമ്മപ്പെടുത്തുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഉണ്ടായിരുന്ന അമേരിക്കൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗ്രാനൈറ്റ് നിരകളും മധ്യഭാഗത്തായി ആകർഷകമായൊരു കുളവും കാണാം. യുദ്ധത്തിൽ വിജയിക്കാൻ അമേരിക്കക്കാർ നടത്തിയ ശ്രമങ്ങളെ വിവരിക്കുന്നവയാണ് ഇതിന്റെ മതിലുകളിൽ കാണുന്ന പ്രശസ്തരുടെ ഉദ്ധരണികളും യുദ്ധപ്രചാരണങ്ങളും പരാമർശങ്ങളുമെല്ലാം. ഈ വിജയം സാധ്യമാക്കുന്നതിനായി ജീവത്യാഗം ചെയ്ത 40 ലക്ഷം അമേരിക്കൻ സൈനികരെ ഓർമ്മപ്പെടുത്തുന്ന 4048 സ്വർണ്ണ നിറത്തിലുള്ള നക്ഷത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ഭിത്തിയും നമുക്കിവിടെ കാണാം.
സന്ദർശകരുടെ യാത്ര ആസ്വാദികരമാക്കാൻ പലതരത്തിലുള്ള ബൈക്കുകളും, മാനുവൽ ബൈക്കുകളും, ഇലക്ട്രിക് ബൈക്കുകളും, പലതരത്തിലുള്ള സ്കൂട്ടറുകളും വാടകയ്ക്ക് ലഭ്യമാണ് ഇവിടെ. വേൾഡ് വാർ 2 മെമ്മോറിയൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ലിങ്കൺ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ള നടവഴിയാണ്, ചുറ്റിലും മരങ്ങളൊക്കെ ഉള്ള നല്ല തണലുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവാം. കാണുന്നത് എന്താണെന്നറിയോ? ലിങ്കൺ മെമ്മോറിയൽ. അതാണ് നമ്മുടെ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റിനെ ആദരപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണത്. അതിൻ്റെ ഉള്ളിൽ ലിങ്കന്റെ ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കാണാം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണെ ബഹുമാനിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് ലിങ്കൺ മെമ്മോറിയൽ. വാഷിംഗ്ടണിലെ നാഷണൽ മാളിന്റെ പടിഞ്ഞാറേ അറ്റത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്ക് ഡോറിക് ക്ഷേത്രത്തിന്റെ രൂപത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ വലിയൊരു ശില്പവും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 പ്രസംഗങ്ങളുടെ ലിഖിതങ്ങളും ഇതിന്റെ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിരവധി പ്രസിദ്ധമായ പ്രസംഗങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ലിങ്കൺ മെമ്മോറിയൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പൗരാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1963 നടത്തിയ ഒരു പൊതുപ്രസംഗമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന ആ പ്രസംഗം അമേരിക്കൻ ഐക്യനാടുകളിലെ വംശീയതയ്ക്ക് എതിരെയുള്ളതായിരുന്നു. വാഷിംഗ്ടൺ DC ലിങ്കൺ മെമ്മോറിയലിന്റെ പടികളിൽ നിന്ന് 2,50,000-ത്തിലധികം വരുന്ന പൗരാവകാശ അനുഭാവികൾക്ക് കൈമാറിയ ആ പ്രസംഗം പൗരാവകാശ പ്രസ്ഥാനത്തിന്റെ നിർണായക നിമിഷവും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പ്രസംഗങ്ങളിലൊന്നുമാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട ആകർഷണ സ്ഥലങ്ങളിലൂടെയെല്ലാം ഓടുന്ന ഒരു നിശ്ചിത റൂട്ടിൽ നിശ്ചിത ഷെഡ്യൂളിൽ ഓടുന്ന ബസ്സുകളും ഇവിടെ ലഭ്യമാണ്. ഈ കാണുന്ന വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. ഒരു ഗതാഗത കേന്ദ്രം മാത്രമല്ല, ഒരു വിനോദ കേന്ദ്രം കൂടിയാണിത്. 1907 തുറന്ന ഇത് ആംട്രാക്കിന്റെ ആസ്ഥാനവും റെയിൽവേയുടെ 2ാമത്തെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുമാണ്. ഇനി നമ്മൾ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കാണ്. വൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി ബിൽഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. US ട്രഷറി കണ്ടപ്പോൾ ഓർമ്മ വന്ന കൗതുകകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, US ഉപയോഗിക്കുന്ന കറൻസികൾ നിർമ്മിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിൽ നിന്നല്ല. സാധാരണയായി മരത്തിൽ നിന്നെടുക്കുന്ന പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കടലാസാണ് നമ്മളെല്ലാം സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ കറൻസിക്ക് ഉപയോഗിക്കുന്ന പേപ്പർ 75% കോട്ടണും 25% ലിനനും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5-8 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ വന്ന ആദ്യ നാളുകളിലെല്ലാം ഇവിടെ വന്നപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഏരിയയിലുള്ളത്. ആദ്യമെല്ലാം വരുമ്പോൾ വൈറ്റ് ഹൗസിന് മുന്നിലുള്ള ആ ഗേറ്റിന്റെ അവിടെയെല്ലാം നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെയുള്ള അനുവാദം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ വൈറ്റ് ഹൗസിന് മുന്നിലുള്ള റോഡ് തന്നെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ടുള്ള അനുവാദം ഇല്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലം ഏതാണ് മനസ്സിലായോ? ദ വൈറ്റ് ഹൗസ്. അതെ, ഇവിടുത്തെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ജോലി സ്ഥലവുമായ വൈറ്റ് ഹൗസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 55,000 ചതുരശ്ര അടി വിസ്തീർണമാണ് വൈറ്റ് ഹൗസിനുള്ളത്. 132 മുറികളാണുള്ളത്. അതിൽ ഒരു ഫ്ലവർ ഷോപ്പ്, ഡെന്റിസ്റ്റ് ഓഫീസ് എന്നിവയ്ക്ക് പുറമെ ഒരു സിനിമാ തിയേറ്ററും ബൗളിംഗ് ഏരിയയും അതുപോലെ തന്നെ ഒരു നീന്തൽക്കുളവുമുണ്ട്. വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ സന്ദർശിക്കാൻ വേണ്ടി മെമ്പർ ഓഫ് കോൺഗ്രസ് വഴിയോ അല്ലെങ്കിൽ എംബസി വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഏകദേശം 18 ഏക്കർ സ്ഥലത്തായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രശസ്തമായ മുറി പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസാണ്. അതിന്റെ ആകൃതി ഒരു ഓവൽ ഷേപ്പിലായതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ടാണ് പ്രസിഡന്റ് ബില്ലുകൾ സൈൻ ചെയ്യുന്നതും സ്റ്റാഫിനെയും ഗസ്റ്റിനെയും വിസിറ്റേഴ്സിനെല്ലാം മീറ്റ് ചെയ്യുന്നതും.
ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മാസത്തിന്റെ അവസാനത്തിൽ പ്രസിഡന്റിനും പ്രഥമ വനിതയ്ക്കും അവർ കഴിക്കുന്ന ഭക്ഷണത്തിനും അവരുപയോഗിക്കുന്ന മറ്റ് പേഴ്സണൽ വസ്തുക്കൾക്കും, അതായത് ടൂത്ത് പേസ്റ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കുള്ള ഒരു നിശ്ചിത കാശ് അവരിൽ നിന്ന് ഈടാക്കുന്നു എന്നുള്ളതാണ്. US പ്രസിഡന്റിന്റെ പ്രതിവർഷ ശമ്പളം $4 ലക്ഷം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ബാക്കിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പതിയെ പതിയെ വരുന്ന വ്ളോഗുകളിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.